പാലക്കാടൻ ജനം രാഷ്ട്രീയ വിധിയെഴുത്ത് നടത്തി കഴിഞ്ഞു. വോട്ടുകളെല്ലാം പെട്ടിയിലായി. ഇനി കാത്തിരിപ്പിൻ്റെ മണിക്കൂറുകൾ. 23-ാം തീയതി രാവിലെ വോട്ടെണ്ണി തുടങ്ങുന്നതുവരെ ചങ്കിടിപ്പിൻ്റെ നിമിഷങ്ങൾ. 3 സ്ഥാനാർത്ഥികൾ, വിഖ്യാതരായ 3 സ്ഥാനാർത്ഥികൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി, പി സരിൻ എന്ന ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥി, കൃഷ്ണകുമാർ എന്ന BJP സ്ഥാനാർത്ഥി. 3 പേരും ഒരുപോലെ തന്നെ വിജയം അവകാശപ്പെടുമ്പോൾ ഇപ്പോൾ പോളിംഗ് കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു അവസാന വിലയിരുത്തൽ നടത്തുകയാണ്. എല്ലാ കേന്ദ്രങ്ങളിലും, UDF കേന്ദ്രങ്ങളിലും, LDF കേന്ദ്രങ്ങളിലും, BJP കേന്ദ്രങ്ങളിലും ഒരുപോലെ തന്നെ ആവേശം അലയടിച്ച ഒരു തിരഞ്ഞെടുപ്പാണ്. പക്ഷേ അത്രയധികം ഒരു പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു ശതമാനം വോട്ട് ടേൺ ഔട്ട് ഉണ്ടായില്ല. കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. വയനാടിൽ സംഭവിച്ചത് ഒരു സൂചനയാണ്. തീർച്ചയായിട്ടും ചേലക്കരയിലും പോളിംഗ് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കുറവായിരുന്നു. പാലക്കാട് സമാനമായ ഒരു സംഭവം നടക്കുന്നു. പക്ഷേ പാലക്കാട് രാഷ്ട്രീയ മാപിനിയിൽ ഇപ്പോഴും വളരെ ഉയർന്നു തന്നെയാണ്. 3 പാർട്ടികളുടെയും CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും BJP-യുടെയും സ്റ്റേക്സ് ആർ വെരി ഹൈ. ഇനി നമുക്ക് അതിൻ്റെ അവലോകനത്തിലേക്ക് നീങ്ങാം. പാലക്കാട് നഗരമണ്ഡലമാണ്. പൊതുവെ പാലക്കാടിൻ്റെ മഹാഭൂരിപക്ഷം 70% മണ്ഡല വോട്ടുകളും പാലക്കാട് നഗരസഭയിലാണ്. ഈ നഗരസഭയിൽ നിർണായകമായ മേധാവിത്വം BJPക്കുണ്ട്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം പ്രകടമായതാണ്. മണ്ഡല പുനഃസംഘടന കഴിഞ്ഞ ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും 2009 പുനഃസംഘടന നടന്നത്, 2011 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2016 തെരഞ്ഞെടുപ്പ്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്, അവിടെ എല്ലാം തന്നെ ഭാരതീയ ജനതാ പാർട്ടി തങ്ങളുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചതിൻ്റെ മെയിൻ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ജങ്ക് ദ വോട്ട് ഷെയർ കെയിം ഫ്രം പാലക്കാട് നഗരസഭ. അപ്പോൾ പാലക്കാട് നഗരസഭയിൽ BJPക്കുള്ള എഡ്ജ് ഒരിക്കലും തുച്ഛീകരിച്ച് കാണാനാവില്ല. പക്ഷെ അത് മാത്രം മതിയോ എന്നതാണ്. കാരണം 2011 ഉദയഭാസ്കറിന് ലഭിച്ച ഒരു 19% വോട്ട് 29%ത്തിലേക്ക് 2016 ശോഭാ സുരേന്ദ്രൻ ഉയർത്തുന്ന അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു. അങ്ങനെ വിജയത്തിൻ്റെ അടുത്തേക്ക് എത്തിയില്ലെങ്കിൽ പോലും ശോഭാ സുരേന്ദ്രൻ ഒരു നല്ല ത്രികോണ മത്സരത്തിൻ്റെ ഫീൽ സൃഷ്ടിച്ചു. 2ാം സ്ഥാനത്തെത്തി. CPM-നെ ആദ്യമായി 2016 3ാം സ്ഥാനത്തേക്ക് എത്തിച്ചത് ശോഭാ സുരേന്ദ്രൻ്റെ ഉജ്ജ്വലമായ പോരാട്ടമാണ്. 2021 സ്ഥിതിഗതികൾ തികച്ചും വ്യത്യസ്തമായിരുന്നു. ഇറ്റ് വാസ് എ വൺ ടൈം വണ്ടർ. 2021 ഏറ്റവും പ്രശസ്തൻ BJPക്ക് നിർത്താനാവുന്നതിൽ ഏറ്റവും പ്രഗത്ഭനായ ആളായിരുന്നു ശ്രീ E. ശ്രീധരൻ എന്ന മെട്രോമാൻ. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടാണ് BJP ഒരു 35 നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയിക്കുമെന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ടാണ് അന്ന് മത്സരിച്ചത്. പക്ഷേ BJPക്ക് തീർച്ചയായും അക്കൗണ്ട് തുറക്കാൻ സാധിച്ചില്ല. പക്ഷേ E. ശ്രീധരൻ ഉജ്ജ്വലമായ പോരാട്ടം കാഴ്ചവെച്ചു. കേവലം 3856 എന്ന ചെറിയ മാർജിനാണ്, 2.5% മാർജിനാണ് ഈ ശ്രീധരൻ പരാജയപ്പെടുന്നത്. അതിനർത്ഥം ഷാഫി പറമ്പിൽ എന്ന വിജയിച്ച സ്ഥാനാർത്ഥി നേടിയ വോട്ടിനേക്കാൾ 2.5% മാത്രം കുറവാണ് പരാജയപ്പെട്ട BJP സ്ഥാനാർത്ഥി ഈ ശ്രീധരന് ലഭിച്ചത്. പക്ഷേ ഇവിടെ ഈ ശ്രീധരൻ്റെ പരാജയ കാരണം പാലക്കാട് നഗര മേഖലയിൽ കൃത്യമായ മേൽക്കൈ, 7000-ഓളം വോട്ടിൻ്റെ മേൽക്കൈ ഉണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീ E. ശ്രീധരന്. ആ മേൽക്കൈ നഷ്ടപ്പെട്ടത് പിരായിരി പഞ്ചായത്തിലേക്ക് വന്നപ്പോഴാണ്. കാരണം നമുക്കറിയാമല്ലോ, പാലക്കാട് നഗരസഭ മാത്രമല്ല, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്നത് 3 പഞ്ചായത്തുകൾ കൂടി വരുന്നുണ്ട്. പിരായിരി പഞ്ചായത്ത് ന്യൂനപക്ഷങ്ങൾക്ക് നിർണായക പ്രാധാന്യമുള്ള പഞ്ചായത്താണ്. കോൺഗ്രസിന് നിർണായക സ്വാധീനമുള്ള പഞ്ചായത്താണ്. അവിടെയുള്ള 16 സീറ്റുകളിൽ, 16 വാർഡുകളിൽ 8-9 കോൺഗ്രസിൻ്റെ കൈവശമാണ്. അതിനുശേഷം ഇടതുപക്ഷം, പിന്നീട് BJPയുടെ കയ്യിലും ഒരു 3 വാർഡുകളുണ്ട്. പിരായിരിയിൽ കാര്യമായ സ്വാധീനം BJPക്ക് അവകാശപ്പെടാനായി. അതുപോലെ മറ്റ് 2 പഞ്ചായത്തുകൾ, മാത്തൂർ പഞ്ചായത്തും കണ്ണാടി പഞ്ചായത്തും, അവിടെ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഒരുപോലെ പിൻബലമുണ്ട്. ഒരു ലേശം പിൻബലം കൂടുതൽ ഇടതുപക്ഷത്തിനാണ് എന്ന് വേണമെങ്കിൽ പറയാം. അവർ കട്ടക്ക് നിൽക്കുന്നവരാണ്. BJP ഏതാണ്ട് അപ്രസക്തമാണ്. അങ്ങനെ 3 പഞ്ചായത്തുകൾ, പിരായിരി പഞ്ചായത്ത്, മാത്തൂർ പഞ്ചായത്ത്, കണ്ണാടി പഞ്ചായത്ത്, ഇത് 3ഉം എണ്ണിക്കഴിയുമ്പോൾ നിർണായക ലീഡ് കുറഞ്ഞു വരികയും അവസാനം BJP തോൽക്കുകയും ചെയ്യുന്ന അവസ്ഥ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 ഈ ശ്രീധരൻ ആദ്യഘട്ടത്തിലെല്ലാം മുന്നിട്ട് നിന്നു. അവസാനം പിരായിരിയിലെ വോട്ട് എണ്ണിയപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിലല്ല, അവസാന വട്ടം വോട്ട് എണ്ണിയപ്പോഴാണ് ഷാഫി പറമ്പിൽ എന്ന UDF സ്ഥാനാർത്ഥിക്ക് നേരിയ മേൽക്കൈ ലഭിച്ചതും വിജയിച്ചതും. അതുകൊണ്ട് ഇപ്രാവശ്യവും അങ്ങനെ സംഭവിക്കുമോ? അതുകൊണ്ട് BJPയുടെ പ്രതീക്ഷകൾ ഇപ്രാവശ്യവും, ശ്രീ കൃഷ്ണകുമാറിൻ്റെ പ്രതീക്ഷകൾ ഇപ്രാവശ്യവും പാലക്കാട്
നഗരസഭ കേന്ദ്രീകരിച്ചാണ്. അവിടെ ഉണ്ടായ ഒരു പ്രധാന വിഷയം, നമ്മൾ മറ്റ് വിവാദ വിഷയങ്ങളെല്ലാം മാറ്റി നിർത്തുന്നു, പെട്ടി വിവാദം അല്ലെങ്കിൽ ഇ പി ജയരാജൻ്റെ പ്രസ്താവനകൾ, അതുപോലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഇതെല്ലാം തന്നെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു വിഷയം പരിഗണിക്കാതെ പാലക്കാട് നഗരമേഖലയെ നമുക്ക് വിലയിരുത്താനാവില്ല. അത് സന്ദീപ് വാര്യരുടെ ചുവടുമാറ്റമാണ്. സന്ദീപ് വാര്യരുടെ മാതാവ് ഉൾക്കൊള്ളുന്ന കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിയുടെ മൂത്താൻ സമുദായം എന്ന് പറയും, ഒരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയാണ്, വൈശ്യ സമുദായമാണ്. തമിഴ്നാട്ടിൽ വേരുകൾ ഉണ്ടായിരുന്നതും AD 10-ാം നൂറ്റാണ്ടിൽ പാലക്കാട്ടേക്ക് മാറി താമസിച്ചതുമായ ആ സമുദായത്തിൻ്റെ വോട്ടുകളുടെ സിംഹഭാഗവും കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്. അതിനൊരു ചെറിയ ഭാഗമെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് പ്രാവശ്യം ലഭിച്ചാൽ അത് BJPയുടെ കോർ വോട്ടിലുള്ള കുറവായിരിക്കും. ഏറ്റവും മോശം സാഹചര്യത്തിലും BJPക്ക് അവിടെ ഒരു 30,000-35,000-ത്തിലധികം വോട്ടുകളുണ്ട്. 43,000 വോട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിലെ നിയമസഭാ സെഗ്മെന്റിലെ ശ്രീ കൃഷ്ണകുമാറിന് ലഭിച്ച BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട്. അത് 50,000 എന്ന മാക്സിമം നമ്പറായിട്ടുണ്ടായിരുന്നത് ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ 54,000-ത്തോളം വോട്ടുകളാണ് രാഹുൽ ഷാഫി പറമ്പിലുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വേഫർ തിൻ മാർജിനാണ് അവിടെ ഉള്ളത്. പക്ഷേ 43,000 എന്നത് BJPയുടെ കോർ വോട്ടായി പരിഗണിച്ചാൽ അതിൽ നിന്നും നഷ്ടപ്പെടുന്ന വോട്ടുകൾ കോൺഗ്രസിൻ്റെ ലീഡ് ഉയർത്താൻ പര്യാപ്തമാണ്. എന്നാൽ അതേസമയം കോൺഗ്രസിന് നഷ്ടപ്പെടാവുന്നത് മുസ്ലിം വോട്ടുകളാണ്. നഷ്ടപ്പെടുമെന്നുറപ്പില്ല. കാരണം പരമാവധി ശ്രമങ്ങളാണ് കോൺഗ്രസിൻ്റെ ഒരു മുസ്ലിം അടിത്തറ അല്ലെങ്കിൽ മതനിരപേക്ഷ അടിത്തറയും മുസ്ലിം അടിത്തറയും എല്ലാം തന്നെ വെല്ലുവിളിക്കപ്പെടാൻ തക്ക ഒരു മാറ്റമാണ് സന്ദീപ് വാര്യരുടെ ഭാഗത്തു നിന്നുണ്ടായത്. സന്ദീപ് വാര്യർ മുൻപ് നടത്തിയ പല പ്രസ്താവനകളും ചൂടോടുകൂടി തന്നെ ഇടതുപക്ഷം പരസ്യ രൂപത്തിലും അതൊക്കെ വിവാദമായത് പിന്നീട്, അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. പക്ഷേ ജനമനസ്സുകളിൽ അതെല്ലാം ഇപ്പോഴും ഫ്രഷാണ്. സരിൻ പറഞ്ഞ കാര്യങ്ങൾ മറന്നിട്ടില്ല. മുൻകാലത്ത് കോൺഗ്രസിൻ്റെ മീഡിയ സെല്ലിൻ്റെ ചുമതലയുണ്ടായിരുന്ന P. സരിൻ പറഞ്ഞതും മറന്നിട്ടില്ല. ടെലിവിഷനിലെ സ്ഥിര സാന്നിധ്യമായിരുന്നല്ലോ ഈ സന്ദീപ് വാര്യർ. ഞങ്ങളോടൊപ്പം ഒക്കെ എപ്പോഴും ഇരിക്കുന്ന ഒരു ടെലിവിഷൻ സ്ക്രീൻ സ്പേസിലൂടെ മലയാളിക്ക് ചിരപരിചിതനായ ഒരാളാണ് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർക്ക് ചെയ്യാവുന്ന ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, പാണക്കാട് ചെന്നപ്പോൾ അത് വെളുക്കാൻ തേച്ചത് പാണ്ടായോ എന്നൊരു സംശയമുണ്ട്. പാണക്കാട് ശിഹാബ് തങ്ങളെ കാണാനായി ചെന്നപ്പോൾ എന്തോ മറക്കാനുണ്ട്, എന്തോ ഭയപ്പെടുന്നുണ്ട്. അല്ല എങ്കിൽ എന്തിന് ഈ കോൺഗ്രസിലേക്ക് ചെന്ന ഉടനെ തന്നെ പാണക്കാട്ടേക്ക് വെച്ച് പിടിക്കണം എന്നത് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നതിന് തുല്യമാണോ എന്നത് വോട്ട് എണ്ണിക്കഴിഞ്ഞാലേ അറിയൂ. അതുകൊണ്ട് ഒരു ഹിന്ദു കൺസോളിഡേഷൻ അല്ലെങ്കിൽ BJPയുടെ ഒരു കൺസോളിഡേഷൻ സ്വല്പം ചിതറി നിന്ന BJPയുടെ സംഘടനാ മെഷീനറി തെരഞ്ഞെടുപ്പിൻ്റെ അവസാന 48 അല്ലെങ്കിൽ 60-70 മണിക്കൂറുകൾക്കുള്ളിൽ കൺസോളിഡേറ്റഡ് ആകുന്ന ഒരു സ്ഥിതിയും പ്രകടമായ ദൃശ്യമായിരുന്നു. പക്ഷേ അത് പാലക്കാട് നഗരസഭയ്ക്കുള്ളിൽ മാത്രമാണ്. അത് മാത്രമല്ല, മൂത്താൻ സമുദായത്തിലെ ഏറെ അംഗങ്ങളെ കൂട്ടിയുള്ള അവസാന നിമിഷത്തെ ശക്തി പ്രകടനം, അവസാനത്തെ കുട്ടിക്കലാശത്തിൽ ഉൾപ്പെടെ മൂത്താൻ സമുദായത്തിൻ്റെ നേതാക്കൾ ഇവിടെ ഉണ്ടായിരുന്നു BJPയോടൊപ്പം എന്നതും കൂട്ടി വായിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് സന്ദീപ് വാര്യരുടെ വിഷയം പാലക്കാടിൻ്റെ അന്തിമ ഫലത്തെ സ്വാധീനിക്കുന്നത് എന്നതൊരു വിഷയമാണ്. എന്നാൽ മറുപക്ഷത്തേക്ക് വരുമ്പോൾ കോൺഗ്രസിൻ്റെ സാധ്യതകൾ തീർച്ചയായും ഇപ്പോൾ നേരിയ ലീഡ് ഒരുപക്ഷെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. കാരണം നെഗറ്റീവ് ഫാക്ടേഴ്സ് ആദ്യഘട്ടത്തിൽ ഉണ്ടായെങ്കിലും പിന്നീട് കോൺഗ്രസിനെതിരെ CPM ഉയർത്തിയ വജ്രായുധങ്ങളെല്ലാം തന്നെ പെട്ടി വിവാദം, അതുപോലെ തന്നെ പിന്നീട് മറ്റ് കാര്യങ്ങളല്ല, ഇ പി ജയരാജൻ്റെ പ്രസ്താവന, സരിനെതിരെ നടത്തിയ പുസ്തക പ്രകാശനവേളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, ഇതെല്ലാം തന്നെ കോൺഗ്രസിന് അവസാനം പരസ്യം കൊടുത്തുകൊണ്ട് സരിന് വേണ്ടി കോൺഗ്രസിനെതിരായി സന്ദീപ് വാര്യർക്കെതിരായി കൊടുത്ത പരസ്യം ഉൾപ്പെടെ CPMനെ തിരിഞ്ഞു കൊത്തുമ്പോൾ അതിൻ്റെ പ്രയോജനം ലഭിക്കേണ്ടത് BJPക്കല്ല കോൺഗ്രസിന് തന്നെയാണ്. അങ്ങനെ P. സരിൻ എന്ന CPM സ്ഥാനാർത്ഥി അല്ലെങ്കിൽ CPM സ്വതന്ത്ര സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പോകാൻ എല്ലാ സാധ്യതയും ഇപ്പോഴത്തെ നിലയിൽ കാണുന്നു. അങ്ങനെ തന്നെയായിരുന്നു കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഉള്ളതാണ്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു വന്നാൽ അത്ഭുതപ്പെടാനില്ല. 2ാം സ്ഥാനത്ത് ഒരു ക്ലോസ് സെക്കൻഡ് പ്ലേസിലേക്ക് ശ്രീ കൃഷ്ണകുമാർ വന്നാൽ അത്ഭുതപ്പെടാനില്ല. വളരെ പിന്നിൽ 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ P. സരിൻ അങ്ങനെ നിയോഗമുണ്ടായാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഇനി അങ്ങനെയല്ല എങ്കിൽ C. കൃഷ്ണകുമാർ, ഇനി കൃത്യമായി പറയാൻ സാധിക്കും ഒബ്സർവേഷൻ എന്ന നിലയിൽ C. കൃഷ്ണകുമാർ കൃത്യമായി 2ാം സ്ഥാനത്ത് തന്നെ ആയിരിക്കും. P. സരിൻ അത്ഭുതകരമായ രീതിയിൽ കോൺഗ്രസ് വോട്ടുകൾ പിളർത്തിയെടുത്ത് കൊണ്ടുപോകുന്നു എങ്കിൽ എന്നേ പറയുന്നുള്ളൂ. അങ്ങനെ സംഭവിച്ചാൽ
രാഹുൽ മാങ്കൂട്ടത്തിൽ 1-ാം സ്ഥാനത്ത് നിന്ന് 3-ാം സ്ഥാനത്തേക്ക് താഴെ വീഴും. അതങ്ങനെയാണ് സംഭവിക്കുക. കാരണം പി സരിൻ ഒരിക്കലും BJP-യിൽ നിന്നും വോട്ട് കിട്ടില്ല. BJP-യുടെ വോട്ട് കൺസോളിഡേറ്റഡ് ആണ്. പക്ഷേ അതൊരു സാച്ചുറേഷൻ ലെവലിലാണ് എന്നതാണ് എൻ്റെ നിഗമനം. അതൊരു പീക്കിലെത്തി 50,000 എന്നതിൽ കൂടുതലായി ഇപ്രാവശ്യവും ലഭിക്കാൻ സാധ്യത ഞാൻ കാണുന്നില്ല. പക്ഷേ ആ 50,000 വോട്ട് BJP-ക്ക് ലഭിച്ചാലും 54,000 കോർ വോട്ട് ഒരു പക്ഷേ കോൺഗ്രസിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം വീണ്ടും ആവർത്തിക്കും. അത് ഏറ്റവും സ്ട്രോങ്ങർ ഒരു പോയിന്റാണ് BJP-യെ സംബന്ധിച്ചിടത്തോളം. 2-ാം സ്ഥാനത്തെ ഒരു ക്ലോസ് സെക്കൻഡ് എന്നത്. എന്നാൽ BJP-ക്ക് വോട്ടുകൾ കുറയുകയാണെങ്കിൽ അതിൻ്റെ പ്രയോജനം കൃത്യമായി കോൺഗ്രസിനാണ് ലഭിക്കുക, അത് CPM-നല്ല. അതേസമയം കോൺഗ്രസിൻ്റെ വോട്ടുകൾ കുത്തനെ കുറയുകയാണെങ്കിൽ അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് തീർച്ചയായും സരിനായിരിക്കും. അങ്ങനെ സരിൻ 1-ാം സ്ഥാനത്ത് വരുന്ന ഒരു സാഹചര്യം ഞാൻ കാണുന്നതേയില്ല. ഇനി തിരഞ്ഞെടുപ്പാണ്. വോട്ട് എണ്ണൽ കഴിഞ്ഞ് 23-ാം തീയതി ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ കൃത്യമായ ഫലം അറിയാം. അതിന് മുൻപുള്ള പ്രൊജക്ഷൻസാണ്. പാലക്കാട് നഗരസഭയിൽ കട്ട മത്സരം കോൺഗ്രസും BJP-യും തമ്മിൽ നടക്കും. ഗ്രാമപ്രദേശങ്ങളിൽ പിരായരി, മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകളിൽ CPM-ഉം കോൺഗ്രസും തമ്മിൽ കട്ട മത്സരം നടക്കും. അവസാന കണക്കെടുപ്പിൽ പാലക്കാട് നഗരസഭയിലെ മേധാവിത്വം ഒരുപക്ഷെ കോൺഗ്രസിനും BJP-യും ക്ലോസ് ഫൈറ്റിലേക്ക് നയിക്കും. കോൺഗ്രസ് വേഴ്സസ് BJP, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വേഴ്സസ് കൃഷ്ണകുമാർ എന്ന നിലയിലേക്ക് അവസാനമെത്തും. ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് പോകുമോ എന്നത് മാത്രമേ ഇവിടെ സംശയമുള്ളൂ. അതുകൊണ്ട് വിജയം, എൻ്റെ പ്രഡിക്ഷൻ, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെറിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചു വരാം. കൃഷ്ണകുമാർ 2-ാം സ്ഥാനത്തും പി സരിൻ 3-ാം സ്ഥാനത്തും എത്തും എന്ന നിലയിലാണ് പോളിംഗ് കഴിഞ്ഞുള്ള ഒരു വിലയിരുത്തൽ.